കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം പ്രോബ-3. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ-3. ISROയുടെ PSLV-XL റോക്കറ്റിലാണ് പ്രോബ-3 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത്. PSLVയുടെ 59ാമത്തെ ദൗത്യമാണ്. PSLV-C-59 എന്നറിയപ്പെടുന്നു. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ നിലയം. വിക്ഷേപണ തീയതി ഡിസംബർ 5, 2024. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ-3. ഇതിന്റെ വിക്ഷേപണ തീയതി ഡിസംബർ 5, 2024. PSLVയുടെ 59ാമത് ദൗത്യമായിരുന്നു. ISROയുടെ PSLV-XL റോക്കറ്റിലാണ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുഴുവൻ മത്സരക്രമവും ഫലങ്ങളും തത്സമയം ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം സജ്ജമാക്കിയത് കൈറ്റ്. കൈറ്റിന്റെ ഫുൾ ഫോം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. സംസ്ഥാന സ്കൂൾ കായികമേള മുഴുവൻ മത്സരക്രമവും ഫലങ്ങളും തത്സമയം ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം സജ്ജമാക്കിയത് കൈറ്റ് ആണ്. 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വിവരങ്ങൾ, അതായത് മത്സരഫലങ്ങൾ, മത്സര ഇനങ്ങൾ, സമയക്രമം, വേദിയിലേക്കും പ്രധാന ഓഫീസിലേക്കുമുള്ള മാപ്പുകൾ മുതലായവ ഉൾക്കൊള്ളുന്ന കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഉത്സവം. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ വഴി മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകുന്ന സംവിധാനം ഉജ്ജീവനം. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ വഴി മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് ഉജ്ജീവനം. ഡിജിറ്റൽ സർവകലാശാല സൈന്യത്തിന് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോൺ ഏകലവ്യ. ഡിജിറ്റൽ സർവകലാശാല സൈന്യത്തിന് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോണാണ് ഏകലവ്യ. വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയിടാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനമാണ് സൈബർ വാൾ. വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയിടാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനമാണ് സൈബർ വാൾ. 2024 നവംബറിൽ വിടവാങ്ങിയ ലോകപ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവും പ്രൊഡ്യൂസറും മൈക്കൽ ജാക്സനെ ലോകപ്രശസ്തനാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ക്വിൻസി ജോൺസ്. ക്വിൻസി ജോൺസ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ക്യൂ. 2024 നവംബറിൽ വിടവാങ്ങിയ ലോകപ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവും പ്രൊഡ്യൂസറും മൈക്കൽ ജാക്സനെ ലോകപ്രശസ്തനാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയുമാണ് ക്വിൻസി ജോൺസ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ക്യൂ. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് സ്മാം. SMAM എന്നാണ് പറയുന്നത്. സ്മാം. ഇതിന്റെ ഫുൾ ഫോം സബ് മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് സ്മാം. ടെക്നോപാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ X-20 സ്പേസ് എക്സിന്റെ പങ്കാളിത്തത്തോടെ വിക്ഷേപിക്കാനൊരുങ്ങുന്ന സാറ്റലൈറ്റാണ് നിള. ടെക്നോപാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ X-20 സ്പേസ് എക്സിന്റെ പങ്കാളിത്തത്തോടെ വിക്ഷേപിക്കാനൊരുങ്ങുന്ന സാറ്റലൈറ്റാണ് നിള. COP16 വേദിയാകുന്നത് കാലികൊളംബിയ. COP16 വേദിയാകുന്നത് കാലികൊളംബിയ. വൻകിട കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഔഷധങ്ങളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ലാഭത്തിന്റെ ഒരു വിഹിതം തദ്ദേശ ആദിമ ജനവിഭാഗത്തിന് കൈമാറുമെന്ന് ഉറപ്പുവരുത്തുന്ന ഉടമ്പടിക്ക് 16ാം UN ജൈവ വൈവിധ്യ ഉച്ചകോടിയിൽ തീരുമാനമായി. COP16 വേദിയാകുന്നത് കാലികൊളംബിയ. ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനത്തിന് വേദിയായത് തിരുവനന്തപുരം. ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനത്തിന് വേദിയായത് തിരുവനന്തപുരം. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്.
ദേശീയ പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷന്റെയും സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടുലിപ്പ്. ദേശീയ പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷന്റെയും സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടുലിപ്പ്. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്നതിനായി ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്നതിനായി ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ലിഗ്നോസാറ്റ് വികസിപ്പിച്ചത് ജപ്പാൻ. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇതിനായി ഉപയോഗിച്ച മരം ജപ്പാനിലെ ഹിനോക്കി മരമാണ്. 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. വികസിപ്പിച്ചത് ജപ്പാനാണ്. ഇതിനായിട്ട് ഉപയോഗിച്ച മരം ഹിനോക്കി മരമാണ്. ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ല. ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ല. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. US സെക്കൻഡ് ലേഡി, അതായത് വൈസ് പ്രസിഡന്റിന്റെ പത്നി, പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് ഉഷ ചിലുക്കുരി. US സെക്കൻഡ് ലേഡി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ ഉഷ ചിലുക്കുരി. രാജ്യാന്തര T20യിൽ തുടർച്ചയായി 2ാം സെഞ്ചുറി നേടുന്ന 4ാമത്തെ താരവും ആദ്യത്തെ ഇന്ത്യൻ താരവുമാണ് സഞ്ജു സാംസൺ. രാജ്യാന്തര T20യിൽ തുടർച്ചയായി 2ാം സെഞ്ചുറി നേടുന്ന 4ാമത്തെ താരവും ആദ്യത്തെ ഇന്ത്യൻ താരവുമായത് സഞ്ജു സാംസൺ. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്നത് ആലപ്പുഴ. 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് മലപ്പുറം. 2ാം സ്ഥാനം കണ്ണൂർ. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്നത് ആലപ്പുഴയാണ്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് മലപ്പുറം ജില്ല. 2ാം സ്ഥാനം കണ്ണൂര്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ഡയറി വരുന്നത് എറണാകുളം മിൽമ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ ഡയറി എറണാകുളം മിൽമയാണ്. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലി. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലി. സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ ഡി ഹാവ്ലാൻഡ് കാനഡ. സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ ഡി ഹാവ്ലാൻഡ് കാനഡ. 2024 UN ആഗോള കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി ബാക്കു അസർബൈജാൻ. 2024 UN ആഗോള കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി ബാക്കു അസർബൈജാൻ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല തിരുവനന്തപുരം. 2024 സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഫിലിപ്പ് നോയ്സ്. ഓസ്ട്രേലിയൻ ഫിലിം ഡയറക്ടറാണ്. 2024 സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഫിലിപ്പ് നോയ്സ്. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരം. 2ാം സ്ഥാനം തൃശ്ശൂര്. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരം. 2ാം സ്ഥാനം തൃശ്ശൂര്. അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല മലപ്പുറം. 2ാം സ്ഥാനം പാലക്കാട്. അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല മലപ്പുറവും, എന്നാൽ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരവുമാണ്. ഗ്രാമി പുരസ്കാരത്തിന് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മലയാളി മനോജ്. ഗ്രാമി പുരസ്കാരത്തിന് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മലയാളി മനോജ്. ആൽബം ബ്രേക്ക് ഓഫ് ഡോൺ. ബ്രേക്ക് ഓഫ് ഡോൺ
സുപ്രീം കോടതിയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ഭരത് പരാശർ. സുപ്രീം കോടതിയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ഭരത് പരാശർ. 2024 ബുക്കർ സമ്മാന ജേതാവ് സമന്ത ഹാർവി, ബ്രിട്ടൻ. 2024 ബുക്കർ സമ്മാന ജേതാവ് സമന്ത ഹാർവി. കൃതി ഓർബിറ്റൽ, സയൻസ് ഫിക്ഷനാണ്. അപ്പോൾ 2024 ബുക്കർ സമ്മാന ജേതാവ് സമന്ത ഹാർവി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം അർമേനിയ. ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം അർമേനിയ. 37ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തൃശൂർ. 37ാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി തൃശൂർ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ മുൻനിർത്തി രാജ്യത്തെ എല്ലാ മീൻപിടുത്ത ബോട്ടുകളിലും സ്ഥാപിക്കുന്നത് ട്രാൻസ്പോണ്ടറുകൾ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ മുൻനിർത്തി രാജ്യത്തെ എല്ലാ മീൻപിടുത്ത ബോട്ടുകളിലും സ്ഥാപിക്കുന്നത് ട്രാൻസ്പോണ്ടറുകൾ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് M. ലീലാവതി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് M. ലീലാവതി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സച്ചിൻ ബേബി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സച്ചിൻ ബേബി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് സിംഗ് സാഹ്നി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് സിംഗ് സാഹ്നി. 7 ഭൂഖണ്ഡങ്ങളിലായി 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ. 7 ഭൂഖണ്ഡങ്ങളിലായി 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഗൂഗിളിന്റെ പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഗ്രാഫ് കാസ്റ്റ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഗൂഗിളിന്റെ പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഗ്രാഫ് കാസ്റ്റ്. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് വിക്ടോറിയ ഖജേർ ടെയിൽവിഗ് ആണ്. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് വിക്ടോറിയ ഖജേർ ടെയിൽവിഗ്. ഡെൻമാർക്കിന്റെ ആദ്യത്തെ നേട്ടമാണിത്. IT സംരംഭകരായ സ്ത്രീകൾക്ക് തൊഴിലിടം ഒരുക്കുന്ന പദ്ധതി ഷീ ഹബ്ബ്. IT സംരംഭകരായ സ്ത്രീകൾക്ക് തൊഴിലിടം ഒരുക്കുന്ന പദ്ധതി ഷീ ഹബ്ബ്. 2024 G20 ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീല്. 2024 G20 ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ, ബ്രസീല്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ലിമ, പെറു. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ലിമ, പെറു. തദ്ദേശ വാർഡ് വിഭജനത്തിനായി വാർഡുകളുടെ ഭൂപടം തയ്യാറാക്കാൻ ഉപയോഗിച്ച ആപ്പ് ക്യൂഫീൽഡ്. തദ്ദേശ വാർഡ് വിഭജനത്തിനായി വാർഡുകളുടെ ഭൂപടം തയ്യാറാക്കാൻ ഉപയോഗിച്ച ആപ്പ് ക്യൂഫീൽഡ്. ആപ്പ് തയ്യാറാക്കിയത് ഇൻഫർമേഷൻ കേരള മിഷൻ ആണ്. രാജ്യത്തെ ആദ്യത്തെ 24x7 സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ 24x7 സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും ചേർന്ന് 2024 നവംബർ 10 മുതൽ 18 വരെ അരുണാചൽ പ്രദേശിൽ നടത്തിയ സൈനിക അഭ്യാസം പൂർവി പ്രഹാർ. ഇന്ത്യയുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും ചേർന്ന് 2024 നവംബർ 10 മുതൽ 18 വരെ അരുണാചൽ പ്രദേശിൽ നടത്തിയ സൈനിക അഭ്യാസം പൂർവി പ്രഹാർ. വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് കൊട്ടാരക്കര, കൊല്ലം. വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് കൊട്ടാരക്കര, കൊല്ലം. 170 kWh സൗരോർജ കാറ്റ് വൈദ്യുത നിലയമുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ദ്വീപ് ഘോരമാര ദ്വീപ്, സുന്ദർബൻസ്. 170 kWh സൗരോർജ കാറ്റ് വൈദ്യുത നിലയമുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ദ്വീപ്
ഘോരമാര ദ്വീപ് സുന്ദർബൻസ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ നയിച്ചത് സഞ്ജു സാംസൺ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ നയിച്ചത് സഞ്ജു സാംസൺ. ഇന്ത്യയുടെ 56ാമത് ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയുടെ 56ാമത് ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഛത്തീസ്ഗഡ്. ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇന്ത്യയുടെ 56ാമത് ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. ആ ടൈഗർ റിസർവിന്റെ പേരാണ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കർമ്മയോഗി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കർമ്മയോഗി. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ എന്റെ കേരളം എന്തു സുന്ദരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ എന്റെ കേരളം എന്തു സുന്ദരം. കേരളത്തിലെ സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള ബഫർ സോണിലെ ജനവാസ മേഖലകൾ പരിശോധിക്കാനായി പുറത്തിറക്കിയ ആപ്പ് അസറ്റ് മാപ്പർ. കേരളത്തിലെ സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള ബഫർ സോണിലെ ജനവാസ മേഖലകൾ പരിശോധിക്കാനായി പുറത്തിറക്കിയ ആപ്പ് അസറ്റ് മാപ്പർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി കാണാം. താങ്ക് യു.